ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിൽ ഗർഭസ്ഥ ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ S4 കോച്ചിൽ 2 ഇടങ്ങളിൽ രക്തക്കറ കണ്ടെത്തി. സ്ത്രീ യാത്രക്കാരുടെ പേരുകൾ വേർതിരിച്ച് മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനം. ആലുവ ആലപ്പുഴ റൂട്ടിലെ ആശുപത്രികളിലും പരിശോധന നടത്തും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇതിലെന്താണ്, ഏത് തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു, എങ്ങനെയാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ? അനുജ, ധൻബാദ് ആലപ്പുഴ എക്സ്പ്രസിന്റെ സർവീസ് പൂർത്തിയാക്കി ഇന്നലെ രാത്രി ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ അത് സർവീസ് നിർത്തി നിൽക്കുമ്പോഴാണ് ശുചീകരണ തൊഴിലാളികൾ അതിലേക്ക് കയറുന്നതും അതിൻ്റെ ശുചീകരണ ജോലികൾ നടക്കുന്നതിനിടെ S4 കോച്ചിലെ ശുചീകരണ മുറിയിൽ നിന്ന് ഇത്തരത്തിൽ ഏകദേശം 3 മുതൽ 4 മാസം വരെ പ്രായമുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെ ജഡം ഉപേക്ഷിച്ച നിലയിൽ വേസ്റ്റ് ബിന്നിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പിന്നീട് ആ കോച്ചിലെല്ലാം വിശദമായ പരിശോധന നടത്തിയെങ്കിലും കാര്യമായി ഒന്നും ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതൊന്നും കണ്ടെത്താനായിരുന്നില്ല. പരിശോധനയിൽ 51, 52 സീറ്റുകളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയിട്ടുണ്ട്. ഈ സീറ്റിൽ യാത്ര ചെയ്തിരുന്നവരെ ഇന്നലെ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞു. അതായത് അവരുടെ പേരുവിവരങ്ങൾ ശേഖരിക്കാൻ കഴിഞ്ഞു. പക്ഷേ അവരെവിടെയാണ് ഉള്ളത് എന്നുള്ളത് കണ്ടെത്താനായിട്ടില്ല. ഒപ്പം അവിടെ ആ സീറ്റിൽ ബുക്ക് ചെയ്തവർ തന്നെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് ഉറപ്പിക്കാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ S4 കോച്ചിൽ യാത്ര ചെയ്ത, ടിക്കറ്റ് ബുക്ക് ചെയ്ത് യാത്ര ചെയ്ത മുഴുവൻ യാത്രക്കാരുടെയും വിവരങ്ങൾ ഗവൺമെൻറ് റെയിൽവേ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. GRP സ്വീകരിച്ചിട്ടുണ്ട്. അവരത് ക്രോഡീകരിച്ച് അതിലെ സ്ത്രീ യാത്രക്കാരെ മാത്രം വേർതിരിക്കും. അവരെ നേരിട്ട് വിളിച്ചു വരുത്തിയുള്ള ചോദ്യം ചെയ്യലിനായിരിക്കും, മൊഴി രേഖപ്പെടുത്തലിനൊക്കെ ആയിരിക്കും ആദ്യഘട്ടത്തിൽ പരിഗണന നൽകുന്നത്. അതുകൂടാതെ ആലുവ മുതൽ ആലപ്പുഴ വരെയുള്ള യാത്രക്കാരെ പ്രത്യേകിച്ച് പരിശോധിക്കുന്നുണ്ട്. ഈ ആലുവ മുതൽ ആലപ്പുഴ വരെയുള്ള യാത്രക്കിടെയാണ് ഈ സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി നിഗമനം ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഇതിനിടയിലുള്ള ആശുപത്രികൾ കേന്ദ്രീകരിച്ചും പരിശോധന നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഗർഭിണികളായ സ്ത്രീകൾ ദുരൂഹ സാഹചര്യത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി എത്തിയിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് അന്വേഷിക്കുന്നത്. എന്തായാലും ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി ഊർജിതമായ ശ്രമമാണ് നടക്കുന്നത്. ഒപ്പം DNA പരിശോധനയ്ക്ക് വേണ്ടി സാമ്പിളുകളും അയച്ചിട്ടുണ്ട്. അനുജ, ശരി. അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത മഴയിൽ പാലക്കാട് കരിപ്പാലി പാലം മുങ്ങി. ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എത്ര മണിക്കൂറായി മഴ തുടരുകയാണ്? ഇപ്പോൾ എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? പാലം മുങ്ങി അതുൾപ്പെടെ. തീർച്ചയായും ശക്തമായ മഴയാണ് പാലക്കാട് ജില്ലയുടെ എല്ലാ മേഖലകളിലും ഇന്നും ഇന്നലെയുമായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ കരിപ്പാലി പാലം, വടക്കഞ്ചേരി കരിപ്പാലി പാലം മുടപ്പല്ലൂരിലെ അത് മുങ്ങിയതിൻ്റെതാണ്. വലിയ വാഹന ഗതാഗത കുരുക്കൊക്കെ രാവിലെ തന്നെ ഉണ്ടായിരുന്നു. കാരണം വടക്കഞ്ചേരിയിലൊക്കെ ഈ നാട്ടുകാർ ആശ്രയിക്കുന്ന പ്രധാനപ്പെട്ട പാതയാണ്. മറ്റൊരു പാതാ മേഖലയിലുണ്ടെങ്കിൽ തന്നെ ഇത് സ്ഥിരമുള്ളൊരു കാഴ്ചയാണ് എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും അല്പസമയം മുമ്പ് ഒരു ബൈക്ക് യാത്രികൻ അവിടെ കുടുങ്ങി നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ജില്ലയുടെ എല്ലാ മേഖലകളിലും മഴ ശക്തമാണ്. മംഗലം ഡാമിൽ നിന്നുള്ള വെള്ളമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ പുഴയിലിറങ്ങരുതെന്ന കർശനമായ നിർദ്ദേശമൊക്കെ പോലീസ് കൊടുത്തിരുന്നു. രാവിലെ ഈ മേഖലയിൽ പോലീസ് ഗതാഗത തടസ്സം എന്നോണം ഒരു കയറൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി വെള്ളം ഇറങ്ങിയപ്പോഴാണ് ഇപ്പോൾ ആ തടസ്സം മാറ്റി ആളുകൾക്ക് വേണമെങ്കിൽ കടന്നു പോകാമെന്ന് പറയുന്നത്. പക്ഷേ സ്വന്തം റിസ്കിൽ പോകട്ടെ എന്നാണ് പറഞ്ഞത്. ചേട്ടാ, പോകാൻ ധൈര്യമുണ്ടോ? എനിക്കില്ല, ഞാൻ നേരെ അങ്ങോട്ട് പോകും. നേരെ തിരിച്ചു പോകാനോ. നേരത്തെ ഒരു വണ്ടിയോടെ മുങ്ങി. ബുദ്ധിമുട്ടാണ്. പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പോകുമ്പോൾ എങ്ങനെയാ പോവാ? നേരെ തിരിച്ചെന്നെ പോകാം. വീട് എവിടെയോ അടുത്ത് തന്നെയാണോ? വണ്ടാടി. വേറെ റോഡുണ്ടല്ലോ അല്ലേ? നേരെ എത്തി പോയാൽ മതി. തിരിച്ച് മറ്റു റോഡുണ്ട്, പക്ഷേ എളുപ്പവഴിയാണ്. അതാണ് ഈ പ്രശ്നം. എന്തായാലും ശക്തമായ മഴ ജില്ലയിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. രാവിലെ കുറച്ച് തോർച്ച ഉണ്ടായിരുന്നുവെങ്കിലും വീണ്ടും ആകാശം കാർമേഘാവൃതമാകുന്ന കാഴ്ചയാണ് പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കനത്ത മഴ തുടരുകയാണ് പാലക്കാട് ജില്ലയിൽ. അതിനിടെയാണ് കരിപ്പാലി പാലം മുങ്ങിയത്. മഴ തുടരുമെന്നുള്ളതാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്.